ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബിടെക്, ഡിപ്ലോമ, ITI ഇത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി ഏതൊക്കെ തരത്തിലുള്ള ലൈസൻസുകൾ ഉണ്ട്, അവ ഏതൊക്കെ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ പ്രീവിയസ്ലി റിലീസ് ചെയ്തിട്ടുണ്ട്. താഴെ കമന്റ് ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് വാച്ച് ചെയ്യുക. ദെൻ ഇന്നത്തെ കണ്ടന്റ് ഇതാണ്: എങ്ങനെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം, എങ്ങനെ ലഭിക്കാം, ആർക്കൊക്കെ ലഭിക്കാം. അപ്പോ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് ബിടെക് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ലൈസൻസ് നമുക്ക് ലഭിക്കും. അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് അവർ പഠിച്ചതിന് ശേഷം അവർക്ക് 2 വർഷം ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ അണ്ടറിൽ വർക്ക് ചെയ്തതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അവർക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ITI പഠിച്ച കുട്ടികൾക്ക് അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇവർക്ക് 3 പേർക്ക് ലഭിക്കുന്ന ലൈസൻസും ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് വീഡിയോ വാച്ച് ചെയ്യുക. എഞ്ചിനീയർ എന്ന് പറഞ്ഞ ലൈസൻസ് ആണ് നമ്മുടെ ബിടെക് കഴിഞ്ഞ കുട്ടികൾക്ക് ലഭിക്കുക. അതാണ് ഏറ്റവും ടോപ്പിലുള്ള ലൈസൻസ്. ദെൻ അതുപോലെ തന്നെ ഈ ഡിപ്ലോമ അതുപോലെ തന്നെ ITI പഠിച്ച കുട്ടികൾക്ക് ആദ്യം ലഭിക്കുക സൂപ്പർവൈസർ B എന്ന ലൈസൻസ് ആണ്. അതിനുശേഷം എക്സ്പീരിയൻസ് കൂടുന്തോറും അവർക്ക് സൂപ്പർവൈസർ A, സീനിയർ സൂപ്പർവൈസർ, അങ്ങനെ ഗ്രേഡ് കൂടി വരും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ലിമിറ്റുകളും ഏരിയ ലിമിറ്റുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ വാച്ച് ചെയ്യുമെന്ന് കരുതുന്നു. നമുക്കിപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയി. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ബിടെക്, ഡിപ്ലോമ, ITIയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, ഒന്നാമത്തെ ആവശ്യം. ദെൻ അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ 2 ഡോക്യുമെന്റ് ആയി. മൂന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോ പതിപ്പിച്ച ഏതെങ്കിലും ID പ്രൂഫ്, ഇപ്പോൾ ആധാർ കാർഡ് ആവാം, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് ആവാം, വട്ടവർ. ഫോട്ടോ പതിപ്പിച്ച നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഉള്ള ഒരു ID കാർഡ്, അതിന്റെ ഒരു കോപ്പി, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ഡോക്യുമെന്റ് ആണ്. ഇനി 4ാമത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ നമ്മൾ റീജിയണൽ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ പോയിട്ട് അപ്ലിക്കേഷൻ ഫോം മേടിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ബില്ലി റൂളിന്റെ പുസ്തകത്തിൽ നമുക്ക് ഫോം H1 എന്ന് പറഞ്ഞ ഫോം നമുക്ക് അവൈലബിൾ ആണ്. H1 ഓക്കെ. അപ്പൊ ഈ ഫോം നമുക്ക് ബില്ലി റൂൾ പുസ്തകത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഫോമിന് പകരം ഉപയോഗിക്കാം. ഡയറക്റ്റ് റീജിയണൽ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്കത് ബില്ലി റൂൾ പുസ്തകത്തിൽ അവൈലബിൾ ആണ്. നമ്മളത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫോം എന്ന് പറഞ്ഞാൽ നെയിം, അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ലൈസൻസുകൾ നിങ്ങൾക്ക് ഇഷ്യൂഡ് ആണോ, അങ്ങനത്തെ ഉള്ള കുറച്ച് ജനറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു ഫോട്ടോയും കൂടി അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സിഗ്നേച്ചറും അതിൽ സൈൻ ചെയ്യാനുള്ള, അതായത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ സെൽഫ് ഡിക്ലറേഷനോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത് ഫോം. അപ്പോൾ ഈ ഫോം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്യുക, ഫോട്ടോ ഒക്കെ പതിപ്പിക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗവൺമെന്റ് ഇതിൽ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 10 രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് അതിന്റെ മേലെ ഒട്ടിക്കണം. അതുപോലെ തന്നെ അതിനൊരു ഫോട്ടോ ഒട്ടിക്കാനുള്ള പോർഷൻ ഉണ്ട്, അവിടെ ഫോട്ടോ ഒട്ടിക്കണം. ദെൻ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ കൃത്യമായി ഫില്ല് ചെയ്ത ഫോം നമ്മൾ ഇതിന്റെ കൂടെ വെക്കണം. അപ്പോൾ ഇതിന്റെ കൂടെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ചെറിയൊരു അപ്ലിക്കേഷൻ ഫീസ് വാങ്ങും. 45 രൂപയാണ് നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ള അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. എങ്ങനെ ഈ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാം? നമുക്ക് തൊട്ടടുത്തുള്ള ട്രഷറി പോയിട്ട് നമുക്ക് അടയ്ക്കാം. ഇനി അല്ലെങ്കിൽ എങ്ങനെ ഓൺലൈൻ ആയിട്ട് ഈ ട്രഷറി സംവിധാനം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് അടയ്ക്കാം എന്നുള്ള അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം നമുക്ക് ഈ പറയുന്ന 45 രൂപ അപ്ലിക്കേഷൻ ഫീസ് മാത്രം അടച്ചാൽ പോരാ. കാരണം നമ്മുടെ ലൈസൻസിന്റെ ഏത് ലൈസൻസിന്റെ എത്ര ഫീസ് എന്നൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഫീസ് അടയ്ക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾക്ക് അടയ്ക്കാം. ഇനി അതും പോരാ, നിങ്ങൾക്ക് ഓരോ 3 വർഷം കൂടുമ്പോഴും ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ ട്രഷറി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഫീസ് അടയ്ക്കാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ വീഡിയോ ഇതിന് താഴെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കാരണം ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ കൂടെ നമ്മൾ ഈ പൈസ അടച്ച, അതായത് 45 രൂപ അടച്ച അതിന്റെ റെസീറ്റ് നമ്മൾ ഇതിന്റെ കൂടെ വെക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ കൂടെ ഓർഡറിൽ പറയണം. നമുക്ക് വേണ്ടത് നമ്മുടെ ഏതാണോ നമ്മുടെ പഠിച്ച സർട്ടിഫിക്കറ്റ് അതിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, SSLC സർട്ടിഫിക്കറ്റിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്ലോമ അതുപോലെ തന്നെ ITI പഠിച്ച കുട്ടികൾക്ക്
എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോപ്പി അപ്പൊ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയാണ് കേട്ടോ, അത് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ നമുക്ക് ആവശ്യം ഡിപ്ലോമയാണോ ITI ആണോ അതുപോലെ തന്നെ B.TECH ആണോ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൈപിടിക്കാം. ദെൻ SSLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൈപിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് എന്ത്, നമ്മുടെ ഐഡന്റി കാർഡിന്റെ കോപ്പി, ഫോട്ടോ ഉള്ള ഐഡന്റി കാർഡിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൈപിടിക്കാം. നെക്സ്റ്റ് നാലാമത് വേണ്ടത് നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. B.TEChകാർക്ക് വേണ്ട, അല്ലാത്ത ആളുകൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചോളും. ഒറിജിനലൊക്കെ പിന്നീടാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 4 ഇനി അഞ്ചാമത്തെ നമ്മുടെ ഫോം H1 എന്ന് പറയും. 10 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു H1 ഫോം. ആ ഫോമിന്റെ കൂടെ നമുക്ക് എന്ത് വേണം, ആ 45 രൂപ അടച്ച ഈ ട്രഷറിൽ അടച്ചതിന്റെ ചലാൻ വെക്കണം. ദെൻ നമുക്ക് പിന്നീട് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുമ്പോൾ ഒരു ബുക്ക് ലഭിക്കും. ആ ID കാർഡിൽ നമുക്ക് അവർക്ക് ഒട്ടിക്കാനാണ് ഒരു ഫോട്ടോ അഡീഷണൽ വെക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ അതിന് കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ പറയുകയാണ് 2 ഫോട്ടോ നമുക്ക് ആവശ്യം അല്ലെ. ഒന്ന് അപ്ലിക്കേഷനിൽ ഒട്ടിച്ചതും പിന്നെ അഡീഷണൽ നമ്മൾ വെക്കുന്ന ഒരു ഫോട്ടോയും കൂടി. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് ഒരു അഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു A4 നമ്മൾ 3 മടക്കി ഒരു തപാലിൽ അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവർ, നമുക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള കവറിൽ 30 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ വൃത്തിയായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതിക്കൊണ്ടുള്ള ഒരു കവറും ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കണം. എന്തിനാണ്, നമുക്ക് ലൈസൻസ് ഈ അഡ്രസ്സിന്റെ ഈ കവറിൽ ഇട്ടിട്ടാണ് അവർ അയച്ചു തരിക. അപ്പൊ അതും കൃത്യമായിട്ട് നല്ലൊരു കവറിൽ നമ്മുടെ അഡ്രസ്സ് ഒക്കെ എഴുതി 30 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ട 7 കാര്യങ്ങളാണ് ആവശ്യം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. ഇനി റീജിയണൽ ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് എവിടെയാണ് ഇതിന്റെ ഓഫീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണ കേരളത്തിൽ 3 ഓഫീസുകളാണ് നിലവിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ആയതുകൊണ്ട് എനിക്ക് വരുന്നത് കൊച്ചിയിലാണ് ഓഫീസ്. അപ്പോൾ തൃശ്ശൂര്, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, ഇത് 3 വരുന്നത് കൊച്ചിയിലാണ്. എറണാകുളത്താണ് ഇതിന്റെ ഓഫീസ്. ശ്രീധർ തിയേറ്ററിന്റെ അടുത്ത്, മറൈൻ ഡ്രൈവിന്റെ അടുത്താണ് നമ്മുടെ ഈ പറയുന്ന ഓഫീസ്. അതുപോലെ തന്നെ നമുക്കിപ്പോ കാസർഗോഡ്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം ആ ഭാഗമൊക്കെ ആണെങ്കിൽ കോഴിക്കോട് ഒരു ഓഫീസ് ഉണ്ട് റീജിയണൽ ഡയറക്ടറുടെ. പാലക്കാടൊക്കെ അവിടെയാണ് വരിക. താഴത്തെ അതായത് ട്രിവാൻഡ്രം, കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലകളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊല്ലത്ത് ഒരു ഓഫീസ് ഉണ്ട്. അപ്പോൾ 3 ഓഫീസുകളാണ് നിലവിലുള്ളത്. ഇനിയിപ്പോ ജില്ലാ തലത്തിൽ വരുമെന്ന് പറയപ്പെടുന്നു, അറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഏതാണോ നമ്മുടെ ജില്ല, അതേതാണോ ഓഫീസ് അവിടെ പോയി നിങ്ങൾ കൊടുക്കുക. ഇനി ഇതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഒരു കവറിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഓഫീസിൽ പോയാൽ നേരിട്ട് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഓഫീസിന്റെ അഡ്രസ്സ് നമ്മൾ എടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, സ്പീഡ് പോസ്റ്റ് അങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇപ്പോ കൊച്ചിയിലാണെങ്കിൽ നമുക്ക് റീജിയണൽ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ്, ദെൻ ബ്രോഡ്വേ, നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ്, കൊച്ചി എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം, ഒന്നുകൂടി സെർച്ച് ചെയ്ത് തന്നെ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒരു തവണ പോയി അവിടെ കൊണ്ടുപോയി ബോക്സിൽ നിക്ഷേപിച്ചാലും കുഴപ്പമില്ല. അപ്പൊ നമ്മള് 2 ഘട്ടമുണ്ട് നമുക്ക്. ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഘട്ടം, രണ്ടാമത്തെ ഘട്ടം നമുക്ക് കൂടിക്കാഴ്ചയാണ്. അപ്പൊ നമ്മള് അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കവറിൽ ഇട്ടിട്ട് നേരിട്ട് പോയി അവിടുത്തെ ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് എന്ത്, കൂടിക്കാഴ്ചയ്ക്ക് പോകണം. കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവര് എങ്ങനെയാണ് കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ വിളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് ഒന്നെങ്കിൽ ലെറ്റർ അയക്കും, അല്ലെങ്കിൽ അവര് ഫോൺ നമ്പറിൽ വിളിക്കും. അപ്പൊ എന്ത് വേണം, ഫോൺ നമ്പർ വേണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക, നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് വേണം, നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായിട്ട് 1-2 മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുക. ചിലപ്പോൾ ഏറ്റവും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം മൊബൈലാണെങ്കിൽ മൊബൈലിലൂടെ അവർക്ക് നമ്മുടെ എന്നാണ് കൂടിക്കാഴ്ച ഡേറ്റ് എന്ന് അവർക്ക് വിളിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ എഴുതി വെക്കുക. പിന്നെ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഒരു അഡ്രസ്സിന് നോട്ടീസ് അയക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഈ കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പി നിങ്ങൾ അന്നേരം കയ്യിൽ പിടിക്കണം. അവിടെ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വല്ലതും ആവശ്യമുള്ളതാണെങ്കിൽ, മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് കേരളത്തിലല്ല പഠിച്ചെങ്കിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, അതൊക്കെ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ദെൻ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ, കൂടിക്കാഴ്ചയ്ക്ക് ഒരു 40 ദിവസമൊക്കെ വേണമെങ്കിൽ പിടിക്കാം. അത് ഡിപ്പെൻഡ് ഓൺ അപ്ലിക്കേഷന്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും. ദെൻ നമ്മുടെ കൂടിക്കാഴ്ച കഴിയുമ്പോൾ നമുക്ക് അവർ പറയും ഫീസ് അടയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞാൽ അവരവരുടെ ലൈസൻസിനുള്ള ഫീസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 6000 എഞ്ചിനീയർ അയക്ക് വരുന്നത്, എഞ്ചിനീയർ BK 5000. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഫീസ് എങ്കിൽ അത് നമ്മൾ അടയ്ക്കണം.
അപ്പോൾ മുന്നൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ അപ്ലിക്കേഷന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് വയ്ക്കും, ഈ ഫീസ് അടച്ച ചലാനോട് വെക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് അപ്ലിക്കേഷൻ രജിസ്റ്റർഡ് ആയെങ്കിൽ ഇത് റിട്ടേൺ വരണമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആദ്യമേ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫീസ് അടയ്ക്കുന്നില്ല. ഇത് അപ്ലിക്കേഷൻ ഫീസിന്റെ 45 രൂപ മാത്രമേ നമ്മൾ അപ്ലിക്കേഷന്റെ കൂടെ വെക്കുന്നുള്ളൂ. ഈ പറയുന്ന 6000 രൂപ അല്ലെങ്കിൽ 5000 എന്ന് പറയുന്ന നമ്മുടെ ലൈസൻസിന്റെ ഫീസ് നമ്മൾ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതിന് കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോയാലും മതി. ഓക്കെ, അപ്പൊ അത് കൊണ്ടുപോയിട്ട് നമുക്ക് അത് അതിന് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് കേട്ടോ. അത് നമുക്ക് ഈ പറഞ്ഞ ഈ ട്രഷറി സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഈ 45 രൂപ അടച്ച് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഫീസ് കൂടി അടയ്ക്കാം. അപ്പൊ നമുക്ക് ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 1 മന്ത് മാക്സിമം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ലൈസൻസിന്റെ സർട്ടിഫിക്കറ്റും ഒരു ഐഡന്റി കാർഡ്, ഒരു പുസ്തകം പോലത്തെ ഒരു ഐഡന്റി കാർഡ് നമുക്ക് പോസ്റ്റലായിട്ട് വരും. അതോടെ നമുക്ക് ലൈസൻസ് ലഭിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനുകളൊക്കെ നമുക്ക് ഒപ്പിടാം. ശ്രദ്ധിക്കുക, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക് തരുന്നത് ലൈസൻസിലൂടെ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ബില്ല് റൂൾസ് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മള് ഈ പ്ലാനിലൊക്കെ സൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇപ്പോ വിത്തൗട്ട് വാർണിംഗ് നോട്ടീസ് നമുക്ക് എന്ത് തരുന്നുണ്ട്, ലൈസൻസ് റദ്ദാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വൺസ് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അറിയാം. ചിലപ്പോൾ 6 മാസത്തേക്ക് റദ്ദാക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ബ്ലാക്ക് മാർക്കാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പ്ലാൻ സ്റ്റഡി ചെയ്തിട്ട്, ബില്ല് റൂൾ സ്റ്റഡി ചെയ്തിട്ട് സൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. വരച്ച ആൾക്കല്ല ആ ഇതിന്റെ ഉത്തരവാദിത്വം, അതിൽ സൈൻ ചെയ്ത ആൾക്കാണ്. അതുകൊണ്ട് സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് തന്നെ ബില്ല് റൂൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒപ്പിടാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിടെക് ഡിപ്ലോമ ITI പഠിച്ച കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുക്കേണ്ട, അപ്ലിക്കേഷനും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ള പ്രൊസീജിയർ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ലൈസൻസ് എടുക്കുക. നമുക്ക് ഗവൺമെന്റ് തന്നുള്ള ഒരു വലിയൊരു അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിച്ച കുട്ടികൾ, പാസ്സായ കുട്ടികൾ ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് അർഹതപ്പെട്ട കുട്ടികൾക്ക്, അതായത് ഇത് ആവശ്യമുള്ള കുട്ടികൾ നിങ്ങൾക്ക് അറിയാം, അവർക്കൊക്കെ ഈ വീഡിയോയിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.